വിയൂരിൽ തടവുകാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ CCTV പ്രവർത്തിച്ചില്ലെന്ന വാദം കോടതിയെ അറിയിച്ച് വിയൂർ ജയിൽ അധികൃതർ. CCTVകളുടെ വാറണ്ട് കാലാവധി കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27 അവസാനിച്ചതാണ്. ജയിലിൽ നാമമാത്രമായ ക്യാമറകൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും വിശദീകരണം. VP സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. VP സഫാൻ, വിശദാംശം. അജി കുഞ്ഞുമോൻ, കഴിഞ്ഞ ദിവസം വസ്തുത നിരീക്ഷണ സംഘം വിയൂർ അതിസുരക്ഷാ ജയിലിൽ സന്ദർശനം നടത്തിയപ്പോൾ സൂപ്രണ്ട് നൽകിയ അതേ വാദം തന്നെയാണ് കോടതിയിൽ ഒരു രേഖാമൂലം വിയൂർ ജയിൽ അധികൃതർ ഇതിനൊരു കാരണം കാണിക്കൽ നൽകിയിട്ടുള്ളത്. ഈ മർദ്ദന ദിവസം എങ്ങനെയാണ് ഈ CCTV പ്രവർത്തനക്ഷമമല്ലാത്ത എന്ന ചോദ്യമാണ് CPI സംസ്ഥാന സെക്രട്ടറിയായ വിനോയ് വിശ്വം അടക്കമുള്ള ആളുകളും ചോദിച്ചിരുന്നത്. ഇതിനുള്ളൊരു മറുപടി എന്ന നിലയിൽ കോടതിയും വിയൂർ ജയിലിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഈ വിശദീകരണത്തിലാണ് ഈ കഴിഞ്ഞ വർഷം മുതൽ ഈ CCTV പ്രവർത്തിപ്പിക്കുന്നില്ല, അതിൻ്റെ വാറണ്ട് കാലാവധി അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണവും നിലവിൽ അതിസുരക്ഷാ ജയിലായ വിയൂരിൽ നാമമാത്രമായ CCTV മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൊരു വിശദീകരണം വിയൂർ ജയിൽ അധികൃതർ NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരാഹാരം കടക്കുന്ന മനോജിനെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ്, ഈ നിരാഹാര സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. മനോജിനെ ഇന്ന് തന്നെ NIA കോടതിയിൽ ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ഹാജരാക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്, ഇത് അന്വേഷിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും അതുകൊണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശദീകരണം ഈ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അജി.